കൊല്ലത്ത് നിന്ന് രാജ്കുമാർ കൂടി ചേരുന്നു. രാജ്കുമാർ, ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലം കൊല്ലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണ ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം വോട്ടിന് NK പ്രേമചന്ദ്രൻ ജയിച്ച ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ പ്രേമചന്ദ്രൻ വേർക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ അതിശക്തമായ മത്സരം തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ മുകേഷിന് കഴിഞ്ഞു. എന്താണ് ഈ അവസാന നിമിഷം രാജ്കുമാറിൻ്റെ ഒരു വിലയിരുത്തൽ? അതായത് UDF ക്യാമ്പ് ആദ്യം പറഞ്ഞത് മുകേഷാണോ സ്ഥാനാർത്ഥി എങ്കിൽ ഞങ്ങൾ 2 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിച്ചിരിക്കും എന്നൊരു പ്രഖ്യാപനം നടത്തി. പിന്നീട് അതങ്ങനെ മാറി ഏറ്റവും ഒടുവിൽ ഞങ്ങളിപ്പോൾ 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിച്ചിരിക്കും, മാർജിൻ കുറയും എന്നൊക്കെയാണ് ഇപ്പം അവകാശപ്പെട്ട് നിൽക്കുന്നത്. അതേസമയം പ്രേമചന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സൃഷ്ടിച്ച ഒരു പത്മവ്യൂഹമുണ്ട്. അദ്ദേഹം തന്നെ സൃഷ്ടിച്ചതാണ്. പ്രത്യേകിച്ച് മോദി പ്രണയത്തിലാണ് ആ പത്മവ്യൂഹം സൃഷ്ടിച്ചത്. അതിൽ അദ്ദേഹം പെട്ട് ഇപ്പോൾ വട്ടം ചുറ്റുകയാണ്. ഇതുവരെ അദ്ദേഹത്തിന് അതിൽ നിന്ന് മോചിതനായി പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല. RSPക്കാർ തന്നെ പല നേതാക്കളും പറഞ്ഞു, ഇങ്ങനെ ഒരു ഇലക്ഷൻ ഘട്ടത്തിൽ ആ മോദിയെ പ്രശംസിക്കുകയും മോദിയെ പുകഴ്ത്തുകയും മോദി BJP ഭരണത്തെ പുകഴ്ത്തുകയൊക്കെ ചെയ്തു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് BJP എന്ന് പറയുന്നത് RSSന്റെ പോഷക സംഘടന അല്ല എന്ന് വരെ അദ്ദേഹത്തിന് പറഞ്ഞു വെക്കേണ്ടി വന്നു. അത് എന്ത് ലക്ഷ്യത്തിലാണ് അദ്ദേഹം പറഞ്ഞു? തീർച്ചയായും രാജ്കുമാർ അത് തന്നെയാണ്. അതായത് ഈ BJPയെയും നരേന്ദ്രമോദിയെയും പ്രകീർത്തിച്ചുകൊണ്ട് പലതവണ NK പ്രേമചന്ദ്രൻ സംസാരിച്ചു എന്നുള്ളത് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരു അകൽച്ചയ്ക്ക് കാരണമായെങ്കിൽ അതേപോലെ തന്നെ RSS BJP അണികൾക്ക് അത് സ്വീകാര്യമായി എന്നുള്ള വസ്തുത നമ്മൾക്ക് കാണാതിരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ RSSൻ്റെയും BJPയുടെയും വോട്ടൊക്കെ ഏത് രീതിയിൽ പോയിട്ടുണ്ട്, എത്രമാത്രം വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയും. അത് സംബന്ധിച്ച് ഫലപ്രദമായ ഒരു വിലയിരുത്തൽ നാളെ സാധ്യമാകും എന്ന് പ്രതീക്ഷിക്കാം.